ഷബീർ, നിലവിൽ അവിടെ ഈ സമരത്തിന് ശമനമായിട്ടുണ്ട്. അതും ഈ താൽക്കാലിക ശമനമാണോ ഈ സമരത്തിന്റെ? കാരണം അനിശ്ചിതകാല സമരം എന്നാണല്ലോ ഈ പ്രതിഷേധക്കാർ പറഞ്ഞിരുന്നത്. പക്ഷേ തീർച്ചയായും താൽക്കാലികമായ ഒരു ശമനം മാത്രമായി വേണം ഇത് കണക്കാക്കാൻ. കാരണം അനിശ്ചിതകാല രാപ്പകൽ സമരം നടത്തും എന്നായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രഖ്യാപനം. ഇത് ഈ ഫാക്ടറി അല്ലെങ്കിൽ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തനം നിർത്തുന്നത് വരെ സമരം നടത്തുമെന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം. ഒരു തരത്തിലും ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്നുമായിരുന്നു നിലപാട്. ഇപ്പോൾ പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് പോലീസ് തുരത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ താൽക്കാലികമായി സമരത്തിന് അറുതിയായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ വീണ്ടും സമരമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ റൂറൽ SP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ സമരക്കാരുടെ ഭാഗത്തു നിന്നുള്ള കല്ലേറിൽ ആ നിലയ്ക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നൊരു നടപടി കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാളെ കൂടുതൽ പോലീസ് സന്നാഹം ഉണ്ടാകും, മറ്റ് നടപടികൾ പോലീസിന്റെ ഭാഗത്തുണ്ടാകും. ഒരു പക്ഷേ ഉത്തരമേഖല IG കൂടി ഈ സംഘർഷമുണ്ടായ സ്ഥലം സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇന്ന് മുതലാണ് ഈ സംസ്കരണ കേന്ദ്രത്തിനെതിരെ സമരം ശക്തമാക്കുമെന്ന് സമരസമിതി പ്രഖ്യാപിച്ചത്. ഒരു നിലയ്ക്കും ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിന്നുള്ള ദുർഗന്ധം കാരണം ഇവിടെ താമസയോഗ്യമല്ല, ജീവിക്കാൻ കഴിയുന്നില്ല എന്നാണ് സമരസമിതിയുടെ വാദം. ഒപ്പം തന്നെ മറ്റ് അസുഖങ്ങൾ കൂടി ബാധിക്കുന്നു ഈ പ്രദേശവാസികൾക്ക്. ഒപ്പം തന്നെ സമീപത്തെ പുഴ മലിനമാകുന്നു. അതുവഴി കൂടുതൽ പേരിലേക്ക് ആ നിലയ്ക്കുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതടക്കമാണ് ഈ സമരസമിതിയുടെ നാട്ടുകാരുടെ വാദം. അതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ സമരം നടത്തുന്നത്. ഇതിനിടെ ഇടക്കാലത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായപ്പോൾ ആ നിലയ്ക്ക് ചില ആക്ഷേപങ്ങൾ കൂടി ഈ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രം നേരിട്ടപ്പോൾ കുറച്ചു കാലത്തേക്ക് ഇതിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു. അതോടുകൂടി സമരത്തിൻ്റെ ശക്തിയും കുറഞ്ഞിരുന്നു. എന്നാൽ വീണ്ടും പൂർവാവസ്ഥയിൽ പ്രവർത്തനം ആരംഭിച്ചതോടെയാണ് ഈ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രം പൂട്ടുന്നത് വരെ, നിർത്തിവെക്കുന്നത് വരെ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് സമരസമിതി പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷമാണ് ഇന്ന് രാവിലെ സമരം തുടങ്ങുന്നത്. എന്തായാലും വലിയൊരു സംഘർഷമാണ് ഈ ഫാക്ടറിക്ക് മുമ്പിലുണ്ടായത്. പോലീസിന് നേരെയുള്ള കല്ലേറിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേൽക്കുന്നു. വലിയ തരത്തിലുള്ള ഒരു അക്രമ സ്വഭാവത്തിലേക്ക് പ്രതിഷേധക്കാർ നീങ്ങുന്നു. ഫാക്ടറിക്ക് തീയിടുന്നു. ആ തീ അണയ്ക്കാൻ വന്ന ഫയർഫോഴ്സ് വാഹനം തടഞ്ഞിടുന്നു. ആ നിലയ്ക്കുള്ള സമരമുറകൾ ഇവരുടെ ഭാഗത്ത് നിന്ന്, പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ആ നിലയ്ക്കാണ് പോലീസ് ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. എന്തായാലും ഇപ്പോൾ തഹസിൽദാർ അടക്കമുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സാറ്, എന്താണിത് അക്രമത്തിലേക്ക് നീങ്ങേണ്ട സാഹചര്യം? സബ് കളക്ടർ ആരെങ്കിലും ഇവിടേക്ക് വരും? സബ് കളക്ടർ സാർ ഇപ്പോൾ വരുന്നുണ്ട്. താമശ്ശേരി എത്തിയ സാർ ഇപ്പോൾ എത്തും. നമുക്ക് അന്വേഷണമൊക്കെ നടത്തിയിരുന്നല്ലേ, ചർച്ചയൊക്കെ നടത്തിയിരുന്നതല്ലേ? ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ സമരസമിതി പറയുന്നത് ഈ ഫ്രഷ് കട്ടുകാർ ഇത് അവരുടെ ഡിമാൻഡ്സ് എല്ലാം വയലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും സമരത്തിന് ഇറങ്ങിയെന്ന് അവർ പറഞ്ഞത്. എന്തായാലും അതാണ് തഹസിൽദാർ അടക്കമുള്ളവർ രാവിലെ മുതൽ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ സമരസമിതി പറയുന്നത് ഫ്രഷ് കട്ട് അധികൃതർ അവർ മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ, ആവശ്യങ്ങൾ ലംഘിച്ചു. അതിനെ തുടർന്നാണ് സമരം ശക്തമാക്കുന്ന നിലയിലേക്ക് തങ്ങൾ പോയത് എന്നാണ് സമരസമിതിയുടെ നിലപാട്. എന്തായാലും വലിയ തരത്തിലുള്ളൊരു സംഘർഷമുണ്ടായി. ഇപ്പോൾ മുഴുവൻ പ്രതിഷേധക്കാരെയും ഇവിടെ നിന്ന് മാറ്റാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ചിലരെ കസ്റ്റഡിയിലെടുത്തും മറ്റുമാണ് നീക്കിയത്. ഒപ്പം തന്നെ ലാത്തി ചാർജ് അടക്കം പ്രയോഗിച്ചു, ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. അങ്ങനെയാണ് ഇവിടെ നിന്ന് പ്രതിഷേധക്കാരെ നീക്കിയത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോഴും ഈ പ്രതിഷേധക്കാർ തീയിട്ട ഫാക്ടറിക്കകത്ത് കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏതാണ്ട് ഇപ്പോൾ 2 മണിക്കൂറോളമായി ആ നിലയ്ക്ക് അതിലധികമായി ഒരു പക്ഷേ ആ തീ അതിനകത്ത് കത്തുന്നു. ഒരു അറവുമാലിന്യ സംസ്കരണ കേന്ദ്രമാണ്. ഒരു പക്ഷേ വലിയ തരത്തിലേക്ക് തീ പടരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫയർഫോഴ്സ് വാഹനം എത്രയും വേഗം ഇവിടെ എത്തിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരു വാഹനം വരുന്നുണ്ട്. അത് ഫയർഫോഴ്സ് ആണോ എന്നറിയില്ല. എന്തായാലും ആ ഫയർഫോഴ്സ് വാഹനം പ്രതിഷേധക്കാർ വഴിയിൽ തടഞ്ഞിട്ടിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഫയർഫോഴ്സ് വാഹനം ഇവിടേക്ക് എത്താൻ വൈകിയത്. എന്തായാലും കൂടുതൽ പോലീസുകാർ കൂടി, പോലീസ് വാഹനമാണ് ഇവിടേക്ക് ഇപ്പോൾ എത്തിയത്. ഫയർഫോഴ്സ് വാഹനം അല്പസമയത്തിനകം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ വാഹനം കടത്തിവിടാൻ, അവിടെ പ്രതിഷേധക്കാരെ മാറ്റാൻ ഇവിടെ നിന്ന് കൂടുതൽ പോലീസുകാർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ ഫയർഫോഴ്സ് വാഹനം എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ കൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ സബ് കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തും. ഒപ്പം തന്നെ ഉത്തരമേഖല IG ഇവിടേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള സംഘർഷമാണ് താമരശ്ശേരി അമ്പായത്തോട് ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് മുന്നിലുണ്ടായത്. വർഷ